ദേശീയ സംവാദത്തെ ചൊല്ലി തൃത്താലയിൽ CPIM കോൺഗ്രസ് വാക്പോര്. സംവാദത്തിന് ബൽറാമിനെ ആദ്യം ക്ഷണിച്ചത് താനാണെന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആദ്യം സംവാദം നടത്തട്ടെ എന്ന് പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നും LDF സ്ഥാനാർത്ഥി MP രാജേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 5 വർഷം തൃത്താലയിൽ LDF നടത്തിയത് PR നാടകമാണെന്നും സംവാദത്തിനുള്ള MP രാജേഷിന്റെ ക്ഷണവും അതേ നാടകത്തിന്റെ ഭാഗമാണെന്നും VT ബൽറാം തിരിച്ചടിച്ചു. ഞാനല്ലേ 2 ആഴ്ചയായിട്ട് പുറകെ നടക്കുന്നത് സംവാദത്തിനുണ്ടോ, പിന്നെ എങ്ങനെ എന്നെ ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നത്? ഇതിപ്പോ പിടിച്ച് ഞാൻ അവനെന്നെ കെട്ടി എന്നുള്ള മട്ടിലാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അന്ന് രക്ഷപ്പെടാൻ പറഞ്ഞൊരു ഉപാധിയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംവാദം നടക്കട്ടെ, അപ്പൊ ഞാൻ ചെയ്യാമെന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണ്. ഇപ്പൊ കുടുങ്ങി. കാരണം മുഖ്യമന്ത്രി ഇങ്ങനെ സമ്മതിച്ചല്ലോ. ഇനി സംവാദം നടന്നാൽ പിന്മാറാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും റെഡിയല്ലേ. 60 മാസത്തേക്ക് 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 58 മാസവും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് അവസാനത്തെ 2 മാസം അദ്ദേഹത്തിന് തൃത്താലയുടെ വികസനത്തിലൊക്കെ എന്തൊക്കെയോ വലിയ താല്പര്യമുള്ള ആളാണ് എന്ന് ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു PR നാടകത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംവാദത്തിന് അദ്ദേഹം വെല്ലുവിളി രൂപത്തിൽ ആദ്യം തന്നെ ആവശ്യം ഉന്നയിക്കുന്നു. അപ്പോൾ അത്തരം നാടകങ്ങൾക്ക് നിന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് തത്സമയം ചേർന്നു. സച്ചിൻ, തൃത്താലയിലേക്ക് MP രാജേഷും VT ബൽറാമും വന്നു. അവരുടെ പ്രചാരണമൊക്കെ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ MP രാജേഷ് ഈ VT ബൽറാമിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ഫേസ്ബുക്ക് വഴിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെയും ഈ സോഷ്യൽ മീഡിയ വഴികളൊക്കെയും അദ്ദേഹം വിളിച്ചിരുന്നു. അക്കാലത്തൊക്കെയും VT ബൽറാം പറഞ്ഞു, അയ്യോ നമ്മളില്ലേ ചർച്ചയ്ക്കൊന്നും, ആ രീതിയിലായിരുന്നു. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രണ്ടുപേരും പ്രതികരിച്ചും തുടങ്ങി ഈ വിഷയത്തിൽ. ഇപ്പോൾ ഈ വിവാദം എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സംവാദവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പ്രധാനമായും തൃത്താലയിലാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ തീപാർന്ന പോരാട്ടം നടക്കുന്നത്. അത് പ്രധാനമായും അവിടുത്തെ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ തന്നെയാണ്. കാരണം മുൻപ് മത്സരിച്ച് പരാജയപ്പെട്ട VT ബൽറാമും നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷും തമ്മിലാണ് തൃത്താലയിൽ പോരടിക്കുന്നത്. കാലാകാലങ്ങളായി അവർ തമ്മിലുള്ള വാക്പോരുകളും ഈ പൊതുമധ്യത്തിലുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് സംവാദം തന്നെയാണ്. അതായത് ഇന്നലെയാണ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള സംവാദത്തിന് തയ്യാറാണ് എന്ന ഒരു നിലപാട് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ തന്നെ തൃത്താലയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VT ബൽറാം MP രാജേഷ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കുന്ന സംവാദത്തിന് താനും തയ്യാറാണ് എന്ന് ഫേസ്ബുക്കിലൂടെ കുറിപ്പിട്ടത്. തുടർന്നാണ് മാധ്യമങ്ങളോട് അത്തരത്തിലുള്ള പ്രതികരണവും പങ്കുവച്ചത്. എന്തായാലും തൃത്താലയിലെ വികസനം തന്നെ ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും നിലവിലെ MLAയും മന്ത്രിയുമായിട്ടുള്ള MP രാജേഷ് പറയുന്നത് കഴിഞ്ഞ 3 തവണ തൃത്താലയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ യാതൊരു മറുപടിയും അന്നൊന്നും തന്നിട്ടില്ല എന്ന കാര്യമാണ് MP രാജേഷ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതൊരു PR നാടകത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംവാദത്തിന് MP രാജേഷ് ക്ഷണിച്ചത് എന്നാണ് UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള VT ബൽറാം വ്യക്തമാക്കുന്നത്. അതിനാൽ അത്തരം PR നാടകങ്ങൾക്ക് തങ്ങൾ ഒരിക്കലും വഴങ്ങിക്കൊടുക്കില്ല എന്ന കാര്യവും VT ബൽറാം വ്യക്തമാക്കുന്നുണ്ട്. അന്ന് തന്നെ താൻ വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം എപ്പോൾ നടക്കുന്നോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷും VT ബൽറാം തമ്മിലുള്ള സംവാദം നടക്കുമെന്ന കാര്യം VT ബൽറാം വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ വലിയ രീതിയിലുള്ള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദ പോര് തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, അതായത് UDF സ്ഥാനാർത്ഥിയെ അതേപടി കോപ്പിയടിച്ചുകൊണ്ട് തന്നെയാണ് തൃത്താലയിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശക്തമായ രീതിയിൽ മണ്ഡലത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തൃത്താലയിൽ നേതാക്കളുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ വാദപ്രതിവാദങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.